ഫ്രണ്ട്സ്, പ്രൈസ് ഗാഡ്. കുഞ്ഞുമക്കളെ, ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ സിസ്റ്റർ ഒരു കുഞ്ഞു ഗെയിമുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു ചെറിയ കളിയിലൂടെ ഒരു വലിയ സന്ദേശം നമുക്ക് പഠിക്കാം. ഓക്കെ, വലിയൊരാശയം. നോക്കിക്കേ, ഒരു പേപ്പർ. കുഞ്ഞുമക്കൾക്ക് ചിലർക്കൊക്കെ അറിയായിരിക്കും, എങ്കിലും നമുക്ക് ഒന്നും കൂടി ഒരുമിച്ച് ഈ ഗെയിമിലൂടെ ഒരു വലിയൊരു ആശയം പഠിക്കാം. ഓക്കെ, ഒരു ചെറിയ പേപ്പർ. ഈ പേപ്പർ തലയിലൂടെ, എന്നിട്ട് നമ്മുടെ മുഖത്തിലൂടെ കടത്തി കഴുത്തിലിടണം. എന്നിട്ട് അതിങ്ങനെ നമ്മുടെ ശരീരത്തിലൂടെ കടത്തി കാലിലൂടെ അത് പൊക്കിയെടുക്കണം. ഈ പേപ്പർ വേണമെങ്കിൽ ദ്വാരം ഇടാം, മുറിക്കാം, ചുരുട്ടാം, എന്ത് വേണോ ചെയ്യാം. പക്ഷേ ശിരസിലൂടെ തലയിലൂടെ കയറ്റി നമ്മുടെ കഴുത്തിൽ വരണം. പിന്നെ അത് കാലിലൂടെ എടുക്കണം. പറ്റുമോ? സാധാരണ ചിന്തിക്കുമ്പോൾ വിചാരിക്കും, അയ്യോ ഇത് അസാധ്യമാണ്, ഇത് കയറി ഇറങ്ങത്തില്ല, പറ്റില്ല, നമ്മളെ കൊണ്ടാവില്ല. പിന്നെ നമ്മൾ കുറച്ചൊക്കെ ഇങ്ങനെ ആലോചിച്ച് ചിന്തിച്ചിട്ട് ഇങ്ങനെ ചിലപ്പം വേണമെങ്കിൽ ചിലവരിങ്ങനെ ചെറിയൊരു ദ്വാരം ഇടും. ഓക്കെ, ചിലർ ദ്വാരം ഇട്ടിട്ട് നോക്കും, അപ്പം പറ്റില്ല. അപ്പോൾ കുറച്ചുകൂടി ഇത് കീറിക്കളയാൻ നോക്കും. നമ്മൾ ഇതിങ്ങനെ കീറിക്കളഞ്ഞിട്ട് നമ്മൾ വീണ്ടും പരിശ്രമിക്കും. ഓക്കെ, പരിശ്രമിക്കാൻ നമ്മൾ മിടുക്കരാണ്, ഇടും. ഇങ്ങനെ വയ്ക്കുമ്പോൾ അത് പൊട്ടും. പറ്റില്ല അല്ലേ? പറ്റില്ല. ഈ കുഞ്ഞി പേപ്പറിൽ നമുക്ക് പറ്റില്ല. അപ്പം പല തരത്തിൽ നമ്മളെ നോക്കി പറ്റില്ല. ചില ജീവിതത്തിൽ ചില സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മളെങ്ങനെയാണ്, നമുക്ക് ചിലപ്പം പഠിക്കാൻ ബുദ്ധിമുട്ടായിരിക്കാം, അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു ആരോഗ്യ പ്രശ്നങ്ങൾ വരുമ്പോഴായിരിക്കാം, വഴക്ക് കിട്ടുമ്പോഴായിരിക്കാം. അങ്ങനെ പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മൾ പറയാം, അയ്യോ ഇത് പറ്റത്തില്ല, ഇത് നമ്മളെ കൊണ്ടാവില്ല. ഓക്കെ, ഒരു ഈശോയെ കൂട്ടുപിടിക്കുന്നവർ കർത്താവായ ക്രിസ്തു ആയ ഈശോയെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നവൻ എന്ത് ചെയ്യും? അവൻ്റെ കൂടെ ഒരു ബൈബിൾ കാണും അല്ലേ, ദൈവത്തിൻ്റെ വചനം കാണും. ഒക്കെ അവൻ ചേർത്ത് പിടിക്കുന്നു. അപ്പോൾ ഇങ്ങനെ പേജ് തുറന്ന് നോക്കുമ്പോൾ കിട്ടുന്ന വചനമാണ് മത്തായി 19:26. എന്താ പറയണത്? മനുഷ്യനിത് അസാധ്യമാണ്, എന്നാൽ ദൈവത്തിനിത് സാധ്യമാണ്. ഒക്കെ വായിക്കുമ്പോൾ ഒരു ഐഡിയ, ഒരു സ്പാർക്ക്. അപ്പോൾ എനിക്കൊരു ദൈവമുണ്ട്, എനിക്കൊരു അപ്പനുണ്ട്, ആ അപ്പൻ്റെ മകളാണ് ഞാൻ. അപ്പോൾ ഈ മകൾ, അപ്പൻ ശ്രേയസ്സിലാണെങ്കിൽ മകൾക്കും ആ റേഞ്ചിൽ വളരാൻ പറ്റും. എൻ്റെ അപ്പൻ കോടീശ്വരനാണെങ്കിൽ മകൾക്കും അതിൻ്റെ പങ്കുണ്ട്. അങ്ങനെയല്ലേ? അപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടി. ഓക്കെ, ദൈവത്തെ കൂട്ടുപിടിച്ച് ചില സാഹചര്യങ്ങൾ മാറ്റാൻ പറ്റും. വീണ്ടും ഇങ്ങനെ വചനം വായിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത്. ഇപ്പോൾ ഉൽപ്പത്തി തുടക്കത്തിൽ അധ്യായം എടുക്കുമ്പോൾ അതിൽ 18-14 പറയുന്നത് തന്നെ കർത്താവിന് കഴിയാത്തത് എന്തുണ്ട്? ഓക്കെ, കർത്താവിന് കഴിയാത്തത് എന്തെങ്കിലും ഉണ്ടോ എന്നാ ചോദിക്കുന്നത്. അപ്പോൾ എൻ്റെ പപ്പയ്ക്ക് കഴിയാത്തത് എന്താ ഉള്ളത്? മുറ്റത്ത് നോക്കുമ്പോൾ ദേ നല്ല പൂക്കളും കായ്കനികളുള്ള വൃക്ഷങ്ങളും, ഇതിൻ്റെയൊക്കെ സൃഷ്ടാവ് എൻ്റെ പപ്പയാണ്. ഓക്കെ, നമുക്കൊരു പ്രൗഡ് മൊമെൻ്റ് അല്ലേ? അവിടെ തന്നെ ആകാശത്തിന് വിരിയിട്ടതാരാ? എൻ്റെ സ്വന്തം പപ്പയാണ്, കർത്താവാണ്, ദൈവമാണ്. ഓക്കെ, അങ്ങനെ പുഴയെ നോക്കുമ്പോൾ സമുദ്രത്തിൻ്റെ ജലം ഒന്നിച്ച് ചേർത്തത് ഇതൊക്കെ ഞാനല്ല, എൻ്റെ പപ്പയാണ്, എൻ്റെ ദൈവമാണ്. അപ്പോൾ കർത്താവിന് എൻ്റെ പപ്പയ്ക്ക് കഴിയാത്തതൊന്നുമില്ല. അപ്പോൾ കുറച്ചുകൂടി ഉഷാറായി. അടുത്ത് വീണ്ടും ഇങ്ങനെ വചനം വായിക്കുമ്പോൾ, വചനം വായിക്കുന്നവനെ ഈ ഐഡിയ ഒക്കെ കിട്ടത്തുള്ളൂ. ഇങ്ങനെ വീണ്ടും ഇങ്ങനെ വായിക്കുമ്പോഴാണ് ഹെബ്രായർ 4:12 നമ്മൾ വീണ്ടും കാണും, കർത്താവിൻ്റെ വചനം ഊർജ്ജസ്വലവും ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതുമാണ്. ഓക്കെ, അത് ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിച്ചറിയുന്നു എന്ന് വചനം പറയുന്നു. അപ്പോൾ മനസ്സിലായി, കർത്താവിനെ ചേർത്ത് പിടിച്ചാൽ പറ്റും. അതായത് ഞാൻ തന്നെ ഇതുപോലെ പരിശ്രമിച്ചിട്ട് അല്ലേ, എൻ്റെ ശക്തിയും യുക്തിയും ഒക്കെ ഉപയോഗിച്ച് പരിശ്രമിച്ചു, പറ്റിയില്ല. അപ്പം പുറത്തുനിന്നൊരു സഹായം നമ്മളെടുത്തു. നമ്മൾക്ക് വിചാരിക്കാം, നമുക്ക് ഈ പേപ്പർ എടുക്കാം. കർത്താവിൻ്റെ കൊച്ചല്ലേ, മാമോദീസയൊക്കെ സ്വീകരിച്ച് കർത്താവിൻ്റെ മകളായി മാറി യേശുവിൻ്റെ സഹോദരി സ്ഥാനം അല്ലെങ്കിൽ സഹോദര സ്ഥാനം പങ്കിടുന്നു നമ്മൾ മാമോദീസയിലൂടെ. അപ്പോൾ വിചാരിക്കുക, അതിലൂടെ നമ്മൾ കുറച്ചുകൂടി ക്യൂട്ടായി മാറി. ഇത് നേരത്തെ നമ്മൾ ഹെബ്രായർ 4:12 പറയുന്നത് പോലെ കർത്താവിൻ്റെ വചനം ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതാണ്. ഇതാണ് എടുക്കുന്നത്. ഇത് നമ്മുടെ ജീവിതം. ഇവിടെ ഞാനൊന്നും ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ പേപ്പർ എൻ്റെ കയ്യിൽ ഇങ്ങനെ സ്വസ്ഥമായി എൻ്റെ കയ്യിലിരിക്കുന്നു. ഓക്കെ, ഞാനാണ് ഇനി അധ്വാനിക്കാൻ പോകുന്നത്. ഓക്കെ, ആരാ അധ്വാനിക്കാൻ പോകുന്നത്? കർത്താവാണ്. നമ്മൾ വചനത്തിൽ കണ്ടിട്ടില്ലേ, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായി നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരും, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഓക്കെ, ഒരു കുഞ്ഞിനെ താലോലിക്കുന്നത് പോലെ കർത്താവിൻ്റെ സന്നിധിയിൽ സമാധാനവും ആശ്വാസവും കിട്ടും. അതുപോലെ ഞാനിങ്ങനെ കർത്താവിൻ്റെ കയ്യിൽ വെറുതെ ഇരിക്കുകയാണ്. ഇനി കർത്താവാണ് അധ്വാനിക്കാൻ പോകുന്നത്. ഓക്കെ,
അപ്പോൾ ദൈവത്തെ നമ്മൾ കൂടുതൽ സ്നേഹിക്കുമ്പോൾ നമ്മൾ ഒരു വചനം വായിച്ച് വെക്കില്ല, അല്ലേ? നമ്മൾ കൂടുതൽ വായിക്കാൻ തുടങ്ങും. അത് കമ്പൽസറി ആയിട്ടല്ല, നമുക്ക് പുറത്തുനിന്ന് പ്രഷർ ഉള്ളത് കൊണ്ടല്ല, നമുക്ക് ഇഷ്ടമായത് കൊണ്ടാണ്, അല്ലേ? ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ വീണ്ടും വീണ്ടും ചെയ്യും. അപ്പോൾ നമ്മളിങ്ങനെ വായിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് പല വചനങ്ങളുണ്ട്. ഒത്തിരി എല്ലാ വചനങ്ങളും നല്ലതാണ്, നമുക്കുള്ളതാണ്. എങ്കിൽ ചില വചനങ്ങളൊക്കെ നമ്മളെ സ്ട്രൈക്ക് ചെയ്യും. എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് പറ്റും. ഫിലിപ്പി 4:13. അത് വായിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഗുമ്മാവും, ഉഷാറാവും. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല, ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. ഇതൊക്കെ നമ്മളിങ്ങനെ ആവർത്തിച്ച് പറയുമ്പോൾ ആ വചനം നമ്മളിൽ ആക്ടിവേറ്റ് ആകാൻ തുടങ്ങും. ശരിക്കും പറഞ്ഞാൽ നമുക്ക് അങ്ങനെ എല്ലാ അറിവുകളും വേണ്ട ലോകത്തിലുള്ള, എന്നാൽ ഉള്ള അറിവുകൾ തന്നെ നമ്മുടെ ജീവിതം കളറാക്കാൻ, ഉഷാറാക്കാൻ, ചിയർഫുള്ളാക്കാനൊന്നും പ്രയോജനപ്പെടില്ല. പക്ഷേ ഈശോര ഒരു വാക്ക് മതി നമ്മുടെ ജീവിതത്തിൻ്റെ ലെവലും റേഞ്ചും ഒക്കെ മാറ്റി മറിക്കാൻ. ഓക്കെ, അപ്പോൾ ഇതിലൂടെ ശ്രദ്ധിച്ചിരുന്നോ? ഓക്കെ, തീർന്നില്ല, കുറച്ചുകൂടി ഉണ്ട് പണി. ഇതുപോലെ നമ്മൾ വീണ്ടും മുറിക്കുന്നു. നമ്മൾ വെറുതെ ഒരു ദിവസം ദൈവത്തിൻ്റെ മുന്നിൽ ഇച്ചിരി സമയം വില കൊടുത്തിരുന്ന് നോക്കിക്കേ, ഇച്ചിരി സമയം കൊടുത്തിരുന്ന് നോക്കിക്കേ. നമ്മൾ ചിന്തിക്കാത്ത ആശയങ്ങൾ നമ്മുടെ മനസ്സിൽ വരും. ഓക്കെ, ഇതുപോലെ നമ്മൾ വെറുതെ നമ്മളൊരു ഇരുന്ന് കൊടുക്കുന്നു, വചനം വായിക്കുന്നു. വായിച്ച് വചനം നമ്മളിൽ ആക്ടിവേറ്റഡ് ആകുന്നു. ഓക്കെ, നമുക്ക് പതിയെ ഇടാം. ഓക്കെ, സിസ്റ്റർ നിഷ്പ്രയാസം ഇട്ടില്ലേ? ഇനി എന്നാ പറയുക, സിസ്റ്ററിൻ്റെ ഈ വലിയ ശരീരം, ഓക്കെ, കുഞ്ഞുമക്കളുടെ പോലെ കുഞ്ഞല്ല, സിസ്റ്ററിൻ്റെ ശരീരം വലുതാണ്. ഇതിലൂടെ ഇടണം, പതിയെ എടുക്കണം. ഓക്കെ, A4 സൈസിനെക്കാട്ടിലും പേപ്പർ സൈസ് ചെറുതാണ്. നോക്കിയേ, നല്ല സുന്ദരമായിട്ട് എടുത്തില്ലേ? ഒരു ചെറിയ പേപ്പറിൽ വളരെ ഭംഗിയായിട്ട്, കണ്ടില്ലേ? നല്ല സുന്ദരമാണ് അല്ലേ? ഒരു മാല പോലെ നമുക്കിടെ നല്ല നീറ്റാണ്, അഴകാണ്. ഇതുപോലെയല്ല അല്ലേ, ഇത്രയുള്ള കുഞ്ഞി സൈസ് പേപ്പറാണ്. നല്ല മനോഹരമായി കത്രിക കൊണ്ട് വെട്ടി ഇട്ട് ഇത് പോകത്തില്ല അല്ലേ? കണ്ടോ? ഇതുപോലെ അസാധ്യമെന്ന് പറഞ്ഞ കാര്യങ്ങൾ മക്കളെ നമ്മുടെ ജീവിതത്തിൽ സാധിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ ഹൃദയത്തോട് ചേർത്ത് വെക്കണം, ഇങ്ങനെ കൊണ്ട് നടക്കണം, വായിക്കണം. അപ്പോൾ ആൾക്കാർ പറയും, മോനെ നിന്നെക്കൊണ്ട് ഇതാവില്ല, നിൻ്റെ കുടുംബത്തിന് ഇത് പറ്റില്ല, നിന്നെ കൊണ്ടൊന്നും പറ്റില്ല, ദൈവം നിനക്ക് ആ കഴിവ് തന്നിട്ടില്ല, അതൊന്നും നിനക്ക് പറഞ്ഞിട്ടുള്ളതല്ല എന്നൊക്കെ പറയും. പക്ഷേ ദൈവം നമ്മളെ നോക്കി പറഞ്ഞ എന്താണ്? നീ അമൂല്യമാണ്, നീ ബഹുമാന്യാണ്, നീ പ്രിയങ്കരിയാണ് എന്നല്ലേ തമ്പുരാൻ പറഞ്ഞത്. തമ്പുരാൻ നമുക്ക് A+ മാർക്കാണ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ചു നമ്മുടെ ദൈവത്തെ ചേർത്ത് പിടിച്ച് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഓക്കെ, വചനത്തിന് പവറുണ്ട്. കഴിഞ്ഞ എപ്പിസോഡിൽ സിസ്റ്റർ പറഞ്ഞ എന്താ? നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ, ഓക്കെ, ശക്തിയുണ്ട്. ഇന്ന് സിസ്റ്റർ പറയുന്നത് എന്താ? തമ്പുരാൻ്റെ വചനത്തിന് അതിനേക്കാൾ പവറും എനർജിയും ഉഷാറും നമ്മളെ ജീവിതം മാറ്റിമറിക്കാൻ, ചാപ്റ്റർ A ചാപ്റ്റർ B അതുപോലെ ആക്കാനുള്ള ഗുട്ടൻസ് ഈ പരിശുദ്ധമായിട്ടുള്ള വിശുദ്ധമായ ബൈബിളിൽ ഉണ്ട്. ഇനി വിചാരിക്കുക, ഈ വചനം എന്ന് പറയുന്നത് നമുക്ക് ചില സാധനങ്ങളോട് ഉപമിക്കാം. നോക്കിക്കേ, ചെടി കണ്ടാ, നല്ല സുന്ദരമായ ചെടി. വിചാരിക്കുക, മക്കൾ മനസ്സിൽ കാണുക, ഇതിനെ നോക്കി വിചാരിക്കുക, ഇതിപ്പോൾ ചെറിയ ചെടിയാണ്, കുഞ്ഞുമക്കളാണല്ലോ, നിങ്ങൾ ഇതുപോലെ ചെറുതാണ്. ഇപ്പോൾ സിസ്റ്റർ അതിനേക്കാൾ വളർന്നു. ഓക്കെ, അപ്പോൾ എൻ്റെ പ്രായത്തിനനുസരിച്ച് ഈ ചെടി വളരുന്നതായി മനസ്സിൽ കണ്ടേ. 10 വയസ്സിലിത് 15 വയസ്സിൽ കുറച്ചുകൂടി വളരും, 20 വയസ്സ് 35 വയസ്സ് 50 വയസ്സ് എന്ന് പറയുമ്പോൾ ഈ ചെടി ഇങ്ങനെ വളർന്നു. ശിഖരങ്ങളൊക്കെ കുറച്ചുകൂടി ബ്രാഞ്ച് ഔട്ട് ചെയ്തു. ഓക്കെ, തടിയൊക്കെ ഭയങ്കര സ്ട്രോങ് ആയി, വേരുകളിങ്ങനെ പല ഭാഗത്തോട് ഓടാൻ തുടങ്ങി. ഓക്കെ, ഇതിങ്ങനെ പിന്നെ അതിൻ്റെ മുകൾ ഭാഗം നോക്കണം, ഇങ്ങനെ നോക്കണം. ഓക്കെ, നോക്കണം, അത് പൊങ്ങി ഒത്തിരി കായ്ഫലങ്ങൾ, പൂക്കൾ ഒക്കെ ചൂടി നിൽക്കണമെങ്കിൽ എന്ത് വേണം? ഈ ചെടിക്ക് പ്രകാശത്തിൻ്റെ അരികിൽ നിർത്തിയിട്ടുണ്ട്. പക്ഷേ ഈ ചെടിക്ക് വെള്ളം കൊടുക്കുന്നില്ല. ഇന്നലെ കൊടുത്തില്ല, ഇന്ന് കൊടുത്തില്ല, നാളെ കൊടുക്കില്ല, ഒരാഴ്ച, ഒരു മാസം വേണ്ട, ഒരാഴ്ച കൊടുത്തില്ലെങ്കിൽ മക്കൾ എന്ത് സംഭവിക്കും? ഇതിൻ്റെ ഈ ശക്തി ഇപ്പം നല്ല പുഷ്ടിയോടുകൂടി നിൽക്കുന്നു, ഇത് ചെറുതായിട്ടൊന്ന് വാടാൻ തുടങ്ങും. എന്നാൽ
ഈ വെള്ളം സമയാസമയം ഇങ്ങനെ ഒഴിച്ചു കൊടുത്താലോ, സ്നേഹത്തോടു കൂടി ഞാനിങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ്, എന്നാ ചെയ്യും? ഇതിങ്ങനെ പുഷ്ടിപ്പെടും അല്ലേ, കുറച്ചുകൂടി ഉഷാറാകും. വളർന്ന് ഞാൻ വളരുന്നതനുസരിച്ച്, എൻ്റെ പ്രായം കൂടുന്നതനുസരിച്ച് ഞാനാകുന്ന ചെടിയും വളരും, തഴച്ച് വളരും. അങ്ങനെയെങ്കിൽ വെള്ളം അത്യന്താപേക്ഷിതമാണ്. ഇനി വിചാരിക്കുക, തെക്ക് നിന്നൊരു കാറ്റ് വന്നു, കാറ്റ് കൊടുങ്കാറ്റായി മാറി. ഓക്കെ, കൊടുങ്കാറ്റായി മാറി ഇങ്ങനെ വൃക്ഷങ്ങൾക്ക് ആടി ഒലയുന്നു. ഇങ്ങനെ ശക്തിയുള്ളതൊക്കെ പിടിച്ച് നിൽക്കും കുറച്ചൊക്കെ. അപ്പോൾ ഇതിന് വെള്ളവും ഇല്ല, ഇങ്ങനെ വരണ്ട് ശോഷിച്ച് നിൽക്കുവാണെങ്കിൽ കാറ്റടിക്കുമ്പോൾ നിൽക്കുമോ? അത് ഒടിയും മറിയും, വേഗം മറ്റ് മരങ്ങളെക്കാൾ ഒടിയാനൊക്കെ സാധ്യത ഇതിനാണ്. അങ്ങനെ ഇത് വാടും കരിയും, ക്രമേണ ഈ ലോകത്തിൽ നിന്ന് അപ്രത്യക്ഷമാകും അല്ലേ. അപ്പം നമ്മുടെ ജീവിതം അങ്ങനെയല്ല. നമ്മുടെ ജീവിതം എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ച് വാടിയൊക്കെ നിൽക്കേണ്ടതല്ല, ഉള്ളിടത്തോളം കാലം ഉഷാറായിട്ട് നിൽക്കണം. നമ്മുടെ കണ്ണുകളൊക്കെ തിളങ്ങി പുഞ്ചിരിച്ചു ഗുമ്മായിട്ട് നമ്മളെ കാണുന്നവർക്ക് തന്നെ ഐശ്വര്യം തോന്നണം, നമ്മളെ കാണുന്നവർക്ക് തന്നെ സന്തോഷം വേണം അല്ലേ മക്കളെ. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ വെള്ളം വേണം, ചെടിക്ക് വെള്ളം വേണം, നമുക്ക് വചനം വേണം. ഓക്കെ, ഇനി ഈ ചെടി വെള്ളവുമായി ബന്ധപ്പെട്ട വചനം എന്തെങ്കിലും അറിയോ? യോഹന്നാൻ 7:37 നമ്മൾ കാണില്ലേ, തിരുനാളിൻ്റെ അവസാന ദിവസം ഈശോ എഴുന്നേറ്റ് നിന്ന് ശബ്ദമുയർത്തി പറഞ്ഞു, നിങ്ങൾക്കാർക്കെങ്കിലും ദാഹിക്കുന്നുവെങ്കിൽ എൻ്റെ അടുക്കൽ വരിക, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിൻ്റെ അരുവി ഒഴുകും. അപ്പോൾ നമ്മൾ ജീവജലത്തിൽ മുങ്ങിക്കുളിക്കുമ്പോൾ നമ്മൾ ഫ്രഷായി മാറും, നമ്മൾ കളറായിട്ട് മാറും അല്ലേ, നമ്മൾ ഉണർവും ഉഷാറും ഫ്രഷായിട്ട് മാറും. ഓക്കെ, ജീവജലം അത്യന്താപേക്ഷിതമാണ്. ഇനി ഏതെങ്കിലും വചനമുണ്ടോ വെള്ളവുമായി സംബന്ധിച്ചത്? നമുക്കൊരു ചേച്ചിയുണ്ട്, സമറിയക്കാരി ചേച്ചി അല്ലേ, കഥ മക്കൾക്ക് അറിയാമായിരിക്കും. ആ ചേച്ചി ഇങ്ങനെ വെള്ളം കോരാ ഉച്ച സമയത്ത് പോകുന്നു, ഈശോ വരുന്നു. ഈശോ വന്ന് ഞാനാണ് ജീവജലത്തിൻ്റെ ഉറവ എന്ന് പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. പിന്നെ കുടമൊക്കെ വലിച്ചെറിഞ്ഞ് പുള്ളിക്കാരത്തി നഗരത്തിലേക്ക് ഒറ്റ ഓട്ടം. ഓക്കെ, കർത്താവിനെ തിരിച്ചറിഞ്ഞു, സംതൃപ്തിയായി. അതുപോലെ മക്കളെ ഈ ചേച്ചിയെപ്പോലെ ലോകത്തിൻ്റെ പല കിണറുകളിലും പോയി ദാഹം ശമിപ്പിക്കാൻ നോക്കി. ചേച്ചിയെപ്പോലെ നമ്മുടെ ദാഹവും ശമിക്കില്ല. നമ്മൾ ചിലപ്പം വാട്സപ്പ് നോക്കും, ഫേസ്ബുക്ക് നോക്കും, ഇൻസ്റ്റ നോക്കും, സോഷ്യൽ മീഡിയ എല്ലാം നോക്കും, ഇനി ബാക്കി കാണുന്നതെല്ലാം നമ്മൾ എക്സ്പ്ലോർ ചെയ്യും. പക്ഷെ നമുക്ക് ദാഹം കൂടുന്നതല്ലാതെ, കൂടുതൽ എക്സൈറ്റഡായി, കൂടുതൽ ക്യൂരിയോസിറ്റി കൂടി ആ സമയം കളയുന്നതല്ലാതെ ശരിക്കും ജീവിതത്തിൽ ഒരു കണ്ടൻമെൻറ്റ്, ഒരു സാറ്റിസ്ഫാക്ഷൻ, മതി തൃപ്തിയായി, അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് പോവില്ല. പലപ്പോഴും വീണ്ടും വേണം, വീണ്ടും കാണണം, അങ്ങനത്തെ അല്ലേ. അപ്പോൾ ജഡിക മോഹങ്ങളുടെ കിണറുകളിൽ മുങ്ങിക്കുളിക്കാതെ ഈ ജീവജലം ഒന്ന് കുടിച്ചു നോക്കൂ, ജീവിതം കളറായി മാറും, ഗുമ്മായി മാറും, സംതൃപ്തി, സമാധാനം ഉള്ള ജീവിതത്തിൽ, ഉള്ള സാഹചര്യത്തിൽ നമ്മൾ ഹാപ്പിയായി ജീവിക്കും. ഓക്കെ, അപ്പോൾ ജീവജലം. ഇനി അടുത്ത് നമ്മൾ എടുക്കുന്നത്, നമുക്ക് എന്തെടുക്കാം? ടോർച്ച് എടുക്കാം. ഓക്കെ, വിചാരിക്കുക ഇപ്പോൾ സിസ്റ്റർ നിൽക്കുന്ന ഇവിടെ നല്ല പ്രകാശമാണ് അല്ലേ, നല്ല എല്ലാം ഗുമാണ്. ഈ ലൈറ്റൊക്കെ ഓഫായി, വിചാരിക്കുക ലൈറ്റൊക്കെ ഓഫായി, ഇവിടെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് കണ്ടോ, കസേരയുണ്ട്, ടെഡി ബെയറുണ്ട്, ചെയറുണ്ട്, ടേബിളുണ്ട്, സാധനങ്ങളുണ്ട്, വെള്ളമുണ്ട്, ഗ്ലാസ് ഉണ്ട്. ഇങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഇതൊക്കെ ഓഫായി, കട്ടയിരുട്ട്, കുറ്റിരുട്ട്. ഓക്കെ, അതുവരെ ഇവിടെ ഓടിച്ചാടി ഇങ്ങനെ നടന്ന സിസ്റ്റർ പിന്നെ എന്ത് ചെയ്യും? ഇതേ സ്പോട്ടിൽ എല്ലാം ഇരുട്ടായാൽ എൻ്റെ സ്പീഡ് കുറയും അല്ലേ. ഞാൻ പിന്നെ ഇങ്ങനെ തപ്പിയായിരിക്കും നോക്കുന്നത്, ഇവിടെ ഉണ്ടോ തട്ടലില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ ഇവിടെ പോയി ഇടിക്കും, പിന്നെ ഞാൻ നേരെ വരും. അങ്ങനെയല്ലേ, ഇതുവരെ കംഫർട്ടബിൾ ആയിരുന്ന സ്ഥലം എനിക്ക് അൺകംഫർട്ടബിളായി മാറി, എൻ്റെ സ്പീഡ് കുറഞ്ഞു. ഓക്കെ, പിന്നെ ഒരു ചെറിയ ഭയം, എന്തിനെങ്കിലും ഇടിച്ചിടുവോ, ഗ്ലാസ്സിനെ ഞാൻ പൊട്ടിക്കുമോ എന്നൊക്കെ ചിന്തകൾ വരാൻ സാധ്യതയുണ്ട് അല്ലേ. ആണ്. പക്ഷേ ഈ ഒരു ചെറിയ ടോർച്ച് ഉണ്ടെങ്കിൽ എനിക്ക് നിഷ്പ്രയാസം വഴി നോക്കി എനിക്ക് നടക്കാം. കർത്താവ് എന്താ പറഞ്ഞേ? ഈശോപ്പ എന്താ നമ്മളോട് പറഞ്ഞത്? ഞാനാണ് വഴിയും സത്യവും ജീവനും, ഞാനാണ് പ്രകാശം. ഓക്കെ, ആ വചനം നമുക്കെടുക്കാം. അതിൽ വീണ്ടും അവരോട് പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്, എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല എന്ന് പറഞ്ഞാൽ കർത്താവ് ടോർച്ച് പ്രകാശിക്കുന്നത് പോലെ എത്ര കഠിനമായ അന്ധകാരം, കട്ട ഇരുട്ട് വന്നാലും ദൈവം പ്രകാശമായി നമ്മളെ നയിക്കും. എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും നെവർ അന്ധകാരത്തിൽ നടക്കുകയില്ല, അവന് ജീവൻ്റെ പ്രകാശമുണ്ടാകും. ചുരുക്കി പറഞ്ഞാൽ കർത്താവിനെ ഒരു ടോർച്ച് പോലെ കൂടെ കൊണ്ടു നടന്ന് നമ്മൾ പിന്നെ ടോർച്ചായി മാറും.
നമ്മൾ ക്രമേണ വെളിച്ചമായി മാറും. അതല്ലേ? അപ്പം ആരെ പിടിക്കണമെന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. വചനം നമ്മൾ വീണ്ടും കാണും, കർത്താവാണ് എൻ്റെ പ്രകാശവും രക്ഷയും, ഞാൻ ആരെ ഭയപ്പെടണം? കർത്താവിൻ്റെ ജീവിതത്തിന് കോട്ടയാണ്, ഞാൻ ആരെ പേടിക്കണം? കണ്ടോ? അപ്പം ഒരു ടോർച്ച് പോലെ കർത്താവിനെ ചേർത്ത് പിടിക്കുക. കർത്താവ് പ്രകാശമാണ്, പ്രകാശത്തെ ചേർത്ത് പിടിച്ചാൽ നമ്മളും തിളങ്ങാൻ തുടങ്ങും. ഓക്കെ, 2. ഇനി അടുത്ത നമുക്കതേ ഇതാണ് കോട്ട. ഇത് ഒരു സ്പെഷ്യൽ കോട്ടയാണെന്ന് വിചാരിക്കാം. സിസ്റ്റർ കർത്താവാണ്, കർത്താവിൻ്റെ കോട്ട. നമ്മൾ പലപ്പോഴും വചനത്തിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നമ്മൾ കാണും കർത്താവ് കോട്ടയാണ്. ഈ കോട്ടയുമായി ബന്ധപ്പെട്ട് ഒരു പാട്ടുണ്ട്, നമ്മളൊക്കെ ആരാധനയ്ക്ക് പാടുന്ന പാട്ടാണ്. അറിയോ? നീ എൻ്റെ സങ്കേതവും നീ എൻ്റെ കോട്ടയും നീ എൻ്റെ പ്രാണനാഥൻ നീ എൻ ദൈവം. ഇല്ലേ? നമ്മൾ പാടുന്ന പാട്ടാണ്. അപ്പോൾ വിചാരിക്കുക ഇതൊരു കോട്ടയാണ്. കോട്ടയിട്ട് ഈ സിസ്റ്ററിനെ ഈ ഷോൾ ഇട്ട് ഇങ്ങനെ പൊതിഞ്ഞു പിടിക്കുക. വിചാരിക്കുക ഈ കോട്ടയില്ല. സിസ്റ്റർ പറഞ്ഞു, ഞാൻ സാധാരണ ആളാണ്, ഞാൻ പറഞ്ഞു ഈ കോട്ടയൊക്കെ ഇട്ടിട്ട് ഒരു കാര്യമില്ല, കോട്ട ഇടുന്നതും ഇല്ലാത്തതൊക്കെ ഒരുപോലെയാണ്, ഞാൻ അധ്വാനിച്ചാലേ എനിക്ക് നിലനിൽപ്പുള്ളൂ എന്നുള്ള ഒരു ആശയത്തിലേക്ക് സിസ്റ്റർ പോയി. വിചാരിക്കുക കുറച്ച് ശത്രു സൈന്യം വരുവാണ്. എന്നെ ഇഷ്ടമില്ലാത്തവർ, എന്നെ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർ, ഞാൻ വളരണ്ട ഉയരണ്ട എന്നൊക്കെ ആഗ്രഹിക്കുന്ന കുറച്ച് പേർ വരുവാണ്. അപ്പോൾ അവരുടെ കയ്യിൽ ആയുധങ്ങളുണ്ട്. എൻ്റെ കയ്യിൽ ആയുധമില്ല, ആയുധ പരിശീലനവും എനിക്ക് കിട്ടിയിട്ടില്ല. അങ്ങനത്തെ ഒരു സാധാരണ കൊച്ചാണ് ഞാൻ. അങ്ങനെ ഞാനിങ്ങനെ നിൽക്കുമ്പോൾ അവർ എൻ്റെ ഓപ്പോസിറ്റ് വരുവാണെങ്കിൽ അവരുടെ കയ്യിൽ കമ്പുണ്ട്, വാളുണ്ട്, തോക്കുണ്ടെന്ന് വിചാരിക്കുക. എന്നെ നശിപ്പിക്കാൻ എളുപ്പമാണോ പാടാണോ? എളുപ്പമാണല്ലേ? നിഷ്പ്രയാസം അവർക്ക് എന്നെ വേണമെങ്കിൽ വടിവെച്ച് വീഴ്ത്താം, അല്ലെങ്കിൽ ദൂരെ നിന്നുകൊണ്ട് ഒരു വെടി പൊട്ടിച്ചാൽ മതി, സിസ്റ്റർ തീർന്നു പോകും. ഓക്കെ, അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് ഞാൻ മതിയെന്ന്. പക്ഷെ അത് വർക്കൗട്ടായില്ല. ഓക്കെ, എന്നെ തളർത്തി അല്ലെങ്കിൽ എന്നെ മുറിവേൽപ്പിച്ചു, പ്രശ്നങ്ങളുണ്ടാക്കി. വിചാരിക്കുക അടുത്ത ഞാൻ വിചാരിച്ചാണ് എൻ്റെ ആശ്രയം എൻ്റെ ദൈവമാണ്, ഈ കോട്ടയല്ലാതെ എനിക്കൊരു ആശ്രയമില്ല. അങ്ങനെ ദൈവത്തെ ചേർത്ത് പിടിച്ചപ്പോൾ ദൈവം ഒരു വൻമതിൽ പോലെ ഒരു കൂടാരമായി, കോട്ടയായി. ഇനി ഇത് ശക്തമായ കോട്ടയാണ്. ഇപ്പം സിസ്റ്റർ കോട്ടയ്ക്കകത്താണ്. വിചാരിക്കുക സിസ്റ്റർ ഇങ്ങനെയായിട്ട് മൂടിയാലോ, ശരിക്കും ഇതിനുള്ളിലാണ്. ഓക്കെ, ഇങ്ങനെയാകുമ്പോൾ എത്ര ശത്രു സൈന്യം വന്നാലും ആദ്യം എന്നാ ചെയ്യണം? ഈ ശക്തമായ കോട്ടയെ തകർക്കണം. ഈ കോട്ടയെ തകർത്താലേ അതിന് ഉള്ളിലായിരിക്കുന്ന എന്നെ പിടിക്കാൻ പറ്റത്തുള്ളൂ, എന്നെ തൊടാൻ പറ്റത്തുള്ളൂ. എൻ്റെ ഒന്ന് തൊടണമെങ്കിൽ പോലും ഓക്കെ ഈ കോട്ട ആദ്യം പൊളിക്കണം. മക്കളെ, മനുഷ്യർ ശക്തരാണോ ദൈവത്തിൻ്റെ കോട്ട പൊളിക്കാൻ? പോട്ടെ, മനുഷ്യരുടെ കാര്യം ഇവിടെ. അന്ധകാര ശക്തികൾ, ദുഷ്ടാരൂപികൾ എന്നൊക്കെ നമ്മൾ പറയും. സാത്താന് പൊളിക്കാൻ പറ്റുമോ? ഇല്ല, അല്ലേ? ദൈവത്തിൻ്റെ കോട്ട പൊളിക്കാൻ അന്ധകാര ശക്തികളോ മനുഷ്യരോ വളർന്നിട്ടില്ല, പറ്റില്ല, നമ്മുടെ കൺട്രോളിലല്ല. അങ്ങനെയെങ്കിൽ ഈ ലോകത്ത് സുരക്ഷിതമായി ജീവിക്കണമെങ്കിൽ നമുക്കൊരു കോട്ട വേണം. ആ കോട്ട ഏതാ ദൈവം തന്നത്? വചനം. വചനത്തിൻ്റെ കോട്ട കെട്ടി നമ്മൾ സുരക്ഷിതരായിരിക്കണം. നിസാരമെന്ന് വിചാരിക്കരുത്. നിസാരമായിട്ട് കരുതിയാൽ നേരത്തെ പറഞ്ഞതുപോലെ എനിക്കും ജീവിക്കാം, ഒറ്റയ്ക്കും ജീവിക്കാം, കോട്ട കെട്ടിയും ജീവിക്കാം. കോട്ട കെട്ടി ജീവിക്കുന്നതിൻ്റെ ഫലം എപ്പോഴാണ് അറിയുന്നത്? ഒരു പ്രശ്നവും പ്രതിസന്ധിയും എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ശരിക്കും അതിൻ്റെ ഇഫക്റ്റ് നമ്മൾ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമ്മളിപ്പം പഠിച്ചു വചനം പവറാണ്, ശക്തമാണ്, അതിനുപമിച്ചതാണ്. ഒരു ചെടി പോലെ ഞാൻ ജീവിച്ച് ഉഷാറായിട്ട് ഇതുപോലെ നല്ല ക്യൂട്ടായിട്ടുള്ള പൂക്കളും കായ്ബനികളൊക്കെ ഉണ്ടാകണമെങ്കിൽ സമയാസമയം വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇത് ഇഗ്നോർ ചെയ്താൽ അതനുസരിച്ച് ഇത് വാടും, കൊഴിയും, പൂക്കളൊക്കെ കുറയും, അവസാനം ഞാൻ അപ്രത്യക്ഷമാകും ഈ ലോകത്തിൽ നിന്ന്. അതുകൊണ്ട് വചനം, ജീവൻ്റെ ജലം ജീവിതത്തിലേക്ക് ഒഴിച്ചു കൊടുത്തേക്കണം. ഓക്കെ, രണ്ടാം സിസ്റ്റർ പറഞ്ഞു പ്രകാശം. കർത്താവാണ് നമ്മുടെ പ്രകാശം. ആ പ്രകാശം നമ്മളിലുണ്ടെങ്കിൽ നമുക്ക് ടെൻഷനും പേടിയൊക്കെ കുറയും, ഇല്ലാണ്ടാവും. ഇത് കണ്ടിട്ട് എന്തെങ്കിലും മനസ്സിലാകുന്നുണ്ടോ? എന്തായിരിക്കും ഇത്? തേനാണ്, തേൻ. വേറൊരു പാട്ടില്ലേ, തേനിലും മധുരമാം, തേനിലും മധുരമാം യേശു ക്രിസ്തു മാധുര്യവാൻ. കേട്ടിട്ടില്ലേ? അതൊക്കെ സുന്ദരമായിട്ടുള്ള പാട്ടാണ്.
ഇതുപോലെ തേന് പോലെ മധുരമാണ്. മക്കൾ വിചാരിക്കുക, അപ്പോൾ സിസ്റ്റർ ദേ ഇവിടെയോ തറയിലോ ഒരു തുള്ളി തേൻ, ഇതാണ് സിസ്റ്റർ ഒഴിക്കുന്നില്ല, മകൾ മനസ്സിൽ കണ്ടോ, തേൻ ഒരു തുള്ളി ഇവിടെ ഒഴിച്ചു വെച്ചു. അരമണിക്കൂർ ദേ സിസ്റ്റർ പോയി ദൂരെ എവിടെയെങ്കിലും ജോലിയൊക്കെ ചെയ്തിട്ട് വന്നാൽ എന്ത് സംഭവിക്കും? അരമണിക്കൂറോ 1 മണിക്കൂറോ കഴിയുമ്പോൾ എവിടെ നിന്നില്ലാതെ ഉറുമ്പുകൾ വരാൻ സാധ്യതയില്ലേ? ഇല്ലേ? ഉണ്ട് അല്ലേ? ഉറുമ്പുകൾ വരാം. ഈ ഉറുമ്പുകൾ വന്ന് ഈ തേനിൻ്റെ മധുരം ആസ്വദിക്കും. അവർ മത്തടിച്ച് അവർക്ക് തിരിച്ചു പോവാം അല്ലേ, നല്ല ഗുമ്മായിട്ട് പോവാം. ഇതുപോലെ നമുക്ക് തേനിൻ്റെ മധുരം ജീവിതത്തിൽ മധുരം ഉണ്ടാകണമെങ്കിൽ വചനം തേന് പോലെയാണ്. പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ പറയുന്നത് എന്താണ്? എന്നെ സ്മരിക്കുന്നത് തേനിനേക്കാളും എന്നെ സ്വന്തമാക്കുന്നത് തേൻ കട്ടയേക്കാളും മധുരം തരും. അപ്പോൾ ദൈവത്തിൻ്റെ വചനം ചേർത്ത് പിടിക്കുമ്പോൾ നമ്മുടെ ജീവിതം കൂടുതൽ മധുരമുള്ളതായി മാറും. നമ്മളറിയാത്ത ആളുകൾ നമ്മളെ തേടി വരും, നമ്മൾ ഡിമാൻഡഡായി മാറും. അതുവരെ ഈ പ്രതലം ചിലപ്പോൾ ഉറുമ്പിന് വരാൻ ഇഷ്ടമില്ല, ഉറുമ്പില്ല ഇവിടെ. പക്ഷെ തേന് നിറച്ചിവിടെ വയ്ക്കുമ്പോഴോ എവിടെ നിന്നില്ലാത്ത ഉറുമ്പും ഈച്ചയൊക്കെ വരുന്നത് പോലെ നമ്മുടെ ജീവിതത്തിലും നമ്മളെ തേടി ആളുകൾ വരും. ഏശയ്യാ 55:5 പറയുന്നില്ലേ, നിനക്ക് അജ്ഞാതമായ ജനതകളെ നീ വിളിച്ചു കൂട്ടും, നിന്നെ അറിയാത്ത ജനതകൾ നിൻ്റെ അടുത്തേക്ക് വരും. എന്തെന്നാൽ നിൻ്റെ ദൈവമായ കർത്താവ് ഇസ്രായേലിൻ്റെ പരിശുദ്ധൻ നിന്നെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു. അതുപോലെ ആ സ്റ്റാറ്റസിൽ ആ റേഞ്ചിൽ വളരണമെങ്കിൽ മധുരമായ ദൈവത്തെ ചേർത്ത് പിടിക്കുക. നമ്മുടെ ദേഹത്ത് ഈ ദൈവത്തിൻ്റെ മധുരം ഒന്ന് കലർത്തി ഒന്ന് ചേർത്ത് വെച്ച് നോക്കിയേ, നമ്മൾ അജ്ഞാതമായിട്ടുള്ള ആളുകൾ നമ്മളെ തേടിയും വരും, അവർക്ക് നമ്മൾ ഡിമാൻഡഡായി മാറും. ഓക്കെ, ഒന്ന് ചോദിക്കട്ടെ, നമ്മൾ ഇതുവരെ എന്തിനെ പറ്റിയാണ് ചിന്തിക്കുന്നത്? കർത്താവിൻ്റെ വചനം, കർത്താവിൻ്റെ വചനത്തിന് പവറുണ്ടെന്ന് ചിന്തിക്കുവാണ്. അപ്പോൾ സിസ്റ്ററിനെ കുറച്ചു നേരം കൂടി ഇച്ചിരി കൂടി ശ്രദ്ധിച്ചോ, ശ്രദ്ധ വിടാതെ സിസ്റ്ററിനെ ശ്രദ്ധിച്ചോ. ബൈബിള്, ദൈവത്തിൻ്റെ വചനം നമ്മുടെ വീട്ടിൽ കാണും. ചിലവർ ഈശോയോടുള്ള സ്നേഹം കൂടുതൽ കാരണം കൊണ്ട് നടക്കും, ബാഗിനകത്തൊക്കെ വയ്ക്കും, സമയം കിട്ടുമ്പോഴൊക്കെ വായിക്കും. ഇതുപോലെ സ്കെച്ച് പെന്നെടുത്ത് നമുക്ക് ഇഷ്ടപ്പെട്ട വചനമൊക്കെ മാർക്ക് ചെയ്യും നമ്മുടെ പേഴ്സണൽ ബൈബിളിൽ. അപ്പോൾ ശ്രദ്ധിച്ചോ മക്കളെ, ഈ ബൈബിളിൽ, ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മുടെ കർത്താവുണ്ട്, കർത്താവിൻ്റെ സ്വരമുണ്ട്, കർത്താവിൻ്റെ ശ്വാസമുണ്ട്, കർത്താവിൻ്റെ ഹൃദയമുണ്ട്, കർത്താവിൻ്റെ വാഗ്ദാനമുണ്ട്. നമ്മളിത് വായിക്കുമ്പോൾ കർത്താവ് എന്താണോ നമ്മളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് അത് ഉണ്ട്. നമുക്ക് എന്തൊക്കെ ചോദ്യമുണ്ടോ, എന്തൊക്കെ കൺഫ്യൂഷനുണ്ടോ, എന്തൊക്കെ നമുക്ക് സംശയങ്ങളും പ്രശ്നങ്ങളുണ്ടോ, ഇതൊന്ന് പേജ് ആഫ്റ്റർ പേജ് ഒന്ന് മറിച്ച് നോക്കിക്കേ. നമുക്ക് പറ്റിയത് ഇതിനകത്ത് വിളമ്പി വെച്ചിട്ടുണ്ട്, നമ്മൾ കഴിച്ചാൽ മതി, എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി വിചാരിക്കുക, ഈ വചനം വായിക്കുമ്പോൾ സാധാരണ നമ്മൾ ഭക്ഷണം കഴിക്കില്ലേ, ആ ഭക്ഷണം നമ്മുടെ ശരീരത്തിൽ അത് കാണിക്കും. അതായത് നമ്മൾ നല്ല അല്ലേ, ഞാനിപ്പം ഭക്ഷണം കഴിക്കാതിരുന്നാൽ അതിനനുസരിച്ച് എൻ്റെ ശരീരം വളരെ ശോഷിച്ച് അനീമിക്കായി മാറാൻ സാധ്യതയുണ്ട്. അപ്പം വചനം ശരീരത്തിന് മാത്രമല്ല മനസ്സിനും ആത്മാവിനും ഒക്കെ ഗുണം ചെയ്യും. ഇനി വിചാരിക്കുക, സക്രാരി അറിയാലോ, സക്രാരി നമ്മുടെ പള്ളിയിലെ സക്രാരി. ആ സക്രാരി ആരാ തുറക്കാറ്? വൈദികൻ അല്ലേ, അഭിഷിക്തനായ വൈദികൻ മാത്രമേ സക്രാരി തുറക്കത്തുള്ളൂ, അതിലെ ഈശോയെ പുറത്തെടുക്കത്തുള്ളൂ, അവിടെ വണങ്ങത്തുള്ളൂ. ഇനി നമുക്ക് വിചാരിക്കുക, ഒരു വൈദികൻ സക്രാരി തുറക്കുന്നത് പോലെയാണ് ഒരു വിശ്വാസി ഈ വചനം തുറക്കുന്നത്. അങ്ങനെയെങ്കിൽ എത്രമാത്രം പവിത്രതയോടെ നമ്മളിത് കാണണം അല്ലേ, എത്രമാത്രം സ്നേഹത്തോടു കൂടി നമ്മൾ വണങ്ങണം, ചേർത്ത് പിടിക്കണം, കൊണ്ടു നടക്കണം അല്ലേ. അപ്പോൾ എൻ്റെ പ്രിയ മക്കളെ, ജീവിതത്തിൽ ഒരു മാറ്റം വേണമെന്ന് ആഗ്രഹമുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളൊക്കെ മാറി അസാധ്യമെന്ന് പറഞ്ഞത് സാധ്യമാക്കി തീർക്കണോ? ഈ പേപ്പർ മുറിച്ചില്ലേ, ഇതുപോലെ മറ്റുള്ളവർക്ക് പറ്റില്ല എന്ന് പറഞ്ഞെടുത്ത് തെളിയിച്ച് കാണിച്ചു കൊടുക്കണോ? സമാധാനവും സന്തോഷം വരില്ല, ദേഷ്യം മാറില്ല, ഈ പ്രശ്നമൊന്നിന് ഒരു നടപടി ഉണ്ടാകില്ല എന്ന് വിചാരിക്കുന്നവർ ഇതൊന്ന് വായിച്ചു നോക്കിയോ, ഇതൊന്ന് എടുത്തോ, പിടിച്ചോ, ചേർത്ത് പിടിച്ചോ, കൊണ്ടു നടന്നോ, വായിച്ചോ, ജീവിതം മാറി മറിഞ്ഞു വരും. അതായത് നമ്മൾ എന്താണോ ക്ലൈമാക്സ് വിചാരിച്ചത് അത് മാറി പോസിറ്റീവായിട്ടുള്ളത് നടക്കും. നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറം ദൈവം കൊണ്ടുപോയി നിർത്തും. കാരണം നമ്മുടെ ദൈവം വലിയവനാണ്, നമ്മുടെ അപ്പൻ അസാധ്യമായിട്ടൊന്നുമില്ല. ഓക്കെ, അപ്പോൾ വചനത്തെ ചേർത്ത് പിടിച്ച് വചനത്തെ ഭക്ഷിച്ച് 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 നമ്മൾ മറ്റുള്ളവർക്കൊരു വചനമായി മാറണം, സുവിശേഷമായി മാറണം. സുവിശേഷം
പോസിറ്റീവ്, ഗുഡ്നെസ്, സന്തോഷം, സമാധാനം, ഐശ്വര്യം കൊടുക്കുന്ന ഒരാളായി മാറണം. നമ്മുടെ നിപ്പ് തന്നെ മറ്റുള്ളവർക്ക് സന്തോഷം കൊണ്ടുവരണം. അങ്ങനെയാകാൻ ലോകത്തിലെ എല്ലാ കിണറുകളിലെ വെള്ളം കുടിച്ചിട്ട് കാര്യമില്ല. ഇതെടുക്കണം, പിടിക്കണം, എടുക്കണം, ചേർത്ത് പിടിക്കണം, കൊണ്ട് നടക്കണം. നടന്ന് നോക്ക്. നമ്മൾ സാധാരണ ടെസ്റ്റ് ചെയ്യത്തില്ലേ, എക്സ്പെരിമെൻ്റ് ചെയ്യത്തില്ലേ, ഒരാഴ്ച കൊണ്ട് നടന്ന് നോക്ക്, വായിച്ച് നോക്ക്, അപ്പം ഫലത്തിലറിയാം. അങ്ങനെ വചനത്തെ ചേർത്ത് പിടിച്ച് കൊണ്ട് നടക്കുന്ന കുഞ്ഞുമക്കളാകട്ടെ. കുഞ്ഞുമക്കൾ അങ്ങനെ വചനം ഭക്ഷിച്ച് വിശുദ്ധരുടെ ഗണത്തിൽ ചേരുന്നത് പോലെ, വിശുദ്ധരെ പോലെ നമുക്ക് വളരാൻ സാധിക്കട്ടെ. ഈശോ അനുഗ്രഹിക്കട്ടെ.